അസ്സലാമലൈക്കും. ഹലോ, എന്തൊക്കെയാണ് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? ഞാനിന്ന് മൈലാഞ്ചി ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ട് വന്നിരിക്കണം കേട്ടോ. പെരുന്നാളൊക്കെ അല്ലേ വരുന്നേ, അപ്പോൾ നമുക്ക് മൈലാഞ്ചൊക്കെ ഉണ്ടാക്കി വീട്ടിൽ തന്നെ ഉണ്ടാക്കി കയ്യും വിട്ടാലോ. അപ്പം ഞാൻ ഇൽഫത്ത് ഹെന്നയുടെ മൈലാഞ്ചി കിറ്റാട്ടോ വാങ്ങിയത്. ബിഗിനേഴ്സ് കിറ്റാണ് വാങ്ങിയത്. അതിൽ ഹെന്ന പൗഡർ, എസൻഷ്യൽ ഓയിൽ, പഞ്ചസാര, ഈ 3 കൂട്ടം മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ പഞ്ചസാര ഇത് മൈലാഞ്ചി ഉണ്ടാക്കാനായിട്ട്. അങ്ങനെ ആ ഹെന്ന പൗഡർ പൊട്ടിച്ചിട്ട് അതിലേക്ക് ഷുഗർ ആഡ് ചെയ്യാട്ടോ. ഷുഗർ ആഡ് ചെയ്യുക. ഇത് ഇവരുടെ മിക്സ് എന്ന് വെച്ചാൽ ഒക്കെ റെഡി. അവർ എല്ലാത്തിൻ്റെ ഇതും അളവനുസരിച്ച് നമുക്ക് അയച്ചു തരും കേട്ടോ. അപ്പോൾ അത് നമ്മൾ മിക്സ് ചെയ്ത് ഇതാക്കിയാൽ മതി, സംഭവം റെഡിയാവും കേട്ടോ. അങ്ങനെ പഞ്ചസാര ഇട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് പിന്നെ അവരുടെ എസൻഷ്യൽ ഓയിലുണ്ട് അവരുടെ, അതും ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്യുക കേട്ടോ. അങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനനുസരിച്ച് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴിച്ച് കൊണ്ടിരിക്കുക. പിന്നെ ഒരു നാരങ്ങ നീര് ഒഴിക്കണം കേട്ടോ, നാരങ്ങ പിഴിഞ്ഞിട്ടേ. കാരണം കുറച്ച് കാലം വെക്കാനുള്ളതല്ലേ, അപ്പം അതിനു വേണ്ടി ഒരു നാരങ്ങ പിഴിഞ്ഞ് അത് പിഴിഞ്ഞ് അരിച്ചിട്ട് ആ വെള്ളം ഒഴിക്കും കേട്ടോ. അങ്ങനെ നല്ലോണം മിക്സ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്ത് ഇങ്ങനെ വെക്കും കേട്ടോ. ആവശ്യത്തിന് വെള്ളവും ചേർത്തുകൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. നമ്മൾ ഈ മൈലാഞ്ചി ഉണ്ടാക്കിയിട്ട് കുറച്ച് കാലമായി, ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇപ്പം എനിക്ക് ചെറുതായിട്ട് പനിയുണ്ട്, അതിൻ്റെയാണ് വോയിസിൽ ഇത്തിരി ഇതായിട്ട് ഇരിക്കുന്നത് കേട്ടോ. പിന്നെ നല്ലോണം മിക്സ് ചെയ്ത് വെള്ളമൊക്കെ ചേർത്ത് ഒരു കുറുകണ പാകമായിട്ട് നല്ലോണം കട്ടൊക്കെ ഇങ്ങനെ നല്ലോണം മിക്സാക്കി ഇങ്ങനെ നല്ലോണം ഇളക്കി കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഇതുണ്ടല്ലോ പൊതിയണൊരു ഇത്, ആ പേപ്പർ കൊണ്ട് മൂടി നല്ലോണം ഫിറ്റായിട്ട് മൂടി വെക്കാം കേട്ടോ. അങ്ങനെ മൂടി വെച്ച് ഇത് പിന്നെ 24 മണിക്കൂർ അതേപോലെ അടച്ച് മൂടി വെച്ച സാധനം 24 മണിക്കൂർ കഴിഞ്ഞ് ആ പേപ്പർ അയച്ച് ഇതാക്കട്ടെ. അപ്പോഴത്തേനും നല്ലോണം മൈലാഞ്ചിയുടെ ഇത് നല്ലോണം സെറ്റായി കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. അത് നോക്കുമ്പോൾ തന്നെ കാണാം, തൊടുമ്പോഴത്തേനും നല്ല ചോപ്പുണ്ട് കേട്ടോ, നല്ല മൈലാഞ്ചിയാണ്. അങ്ങനെ അത് നമ്മൾ പൈപ്പിംഗ് ബാഗിലൊക്കെ ആക്കും. ആ മൈലാഞ്ചി നമ്മളിപ്പോൾ സെറ്റാക്കി വെച്ച മൈലാഞ്ചി പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി വെക്കും. പറയുമ്പോൾ മൈലാഞ്ചി ട്യൂബ് കാണുമ്പോൾ നമ്മൾ സിമ്പിളാന്ന് ചെയ്യുന്നുണ്ട്, പക്ഷെ ഉണ്ടാക്കി വരുമ്പോഴാണ് നല്ല പണിയാട്ടോ. ഈ മൈലാഞ്ചി ഉണ്ടാക്കുന്നവരൊക്കെ സമ്മതിക്കണം. ഞാൻ ആദ്യമൊക്കെ സിമ്പിളല്ലേ, എന്താ സുഖം ഉണ്ടാക്കാനെന്നൊക്കെ ചോദിച്ചു, പക്ഷെ ഉണ്ടാക്കി വെക്കിയപ്പോഴാണ് പിന്നെ ഏറ്റവും വലിയ പണി ഇത് കേട്ടോ. ഇങ്ങനെ കോണ് പോലെ ആക്കി മൈലാഞ്ചിയുടെ ഇതാക്കി കോണ് പോലെ ആക്കി ടാപ്പൊക്കെ ഒട്ടിച്ച് വെച്ച്. അപ്പം ഇവരുടെ കിറ്റിൽ 19 ഇതിൻ്റെ കിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, കോണിൻ്റെ കിറ്റ് കവറിൻ്റെ. അത് മൊത്തം കവറാക്കി വെച്ച് അങ്ങനെ മിക്സ് ചെയ്ത് മൈലാഞ്ചി ട്യൂബ്, ഇതേ മൈലാഞ്ചി ഞാൻ ഉണ്ടാക്കി നിറച്ച് വെച്ച മൈലാഞ്ചി കേട്ടോ. ഇതേ സേറ മൈലാഞ്ചി ഇട്ടോ നോക്കണതാട്ടോ. സേറ ഇട്ട മൈലാഞ്ചി പിറ്റേ ദിവസം എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പം ഞാൻ എൻ്റെ കയ്യുമൊന്ന് ഇട്ട് നോക്കിയാണ്. എനിക്ക് മൈലാഞ്ചി ഇടാനൊന്നും അറിയില്ല, പക്ഷെ വീഡിയോക്ക് വേണ്ടി എന്തോരം ചോക്കണ് എങ്ങനെയെന്നൊക്കെ അറിയണമല്ലോ. അതിന് വേണ്ടി ഞാൻ മൈലാഞ്ചി എൻ്റെ കയ്യുമ്മ ഇട്ട് നോക്കണതാട്ടോ. അങ്ങനെ ഇട്ട് നോക്കി എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറ. മൈലാഞ്ചി ഇടാം പണ്ടൊക്കെ നല്ലോണം ഇട്ടായിരുന്നു, ഇപ്പോൾ പിന്നെ ഇടാണ്ട് ആയിപ്പോയി. മൈലാഞ്ചി ഇടണ ആ ഇതൊക്കെ വിട്ടുപോയി. അങ്ങനെ ഞാൻ വീഡിയോക്ക് വേണ്ടി എൻ്റെ കയ്യുമ്മ ഇങ്ങനെ ഇട്ട് നോക്കണതാട്ടോ. അങ്ങനെ പിറ്റേ ദിവസത്തേക്ക് നല്ല ചോപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു, നല്ല ചോപ്പ് കളറ്. ഞാനപ്പോൾ ഈ മൈലാഞ്ചി ട്യൂബ് ആദ്യമായിട്ട് ഉണ്ടാക്കിയതല്ലേ, ബിഗിനേഴ്സ് കിറ്റ് വാങ്ങിയിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ അത് കുറേ കസിൻസിനും എല്ലാവർക്കും ഒക്കെ കൊണ്ടു കൊടുത്തിട്ടാ. എല്ലാവർക്കും ഇഷ്ടമായി, എല്ലാവരും പറഞ്ഞ് നല്ല ചോപ്പ് നല്ല മൈലാഞ്ചിയാന്നൊക്കെ പറഞ്ഞു. പിന്നെ വാങ്ങാൻ പറ്റിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഇതേപോലെ മൈലാഞ്ചി ഉണ്ടാക്കി ഇതൊക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എഡിറ്റിങ്ങിൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പനിയാണ്, അതുകൊണ്ടാട്ടോ വോയിസിന് ഇത്തിരി ഇതൊക്കെ ഉണ്ട്, അതൊക്കെ എല്ലാവരും ക്ഷമിക്കട്ടാ. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ കയ്യിലെ ചോപ്പ് എങ്ങനെയുണ്ടെന്ന് പിറ്റേ ദിവസത്തേക്ക്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, താങ്ക് യു.